ഇന്ന് നമ്മളൊരു യാത്ര പോവാണ്. അമ്മയും അച്ഛനും ചേട്ടനും ഞാനും ഉണ്ടായിരുന്നു. ഫുട്ബോളിന്റെ കാലം ആയതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് ഒരുപാട് ഫ്ലെക്സ് ഒക്കെ കണ്ടു. KMML കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന്. അതേ നമ്മൾ കാട്ടിൽ മേക്കറിൽ ക്ഷേത്രത്തിൽ പോവാണ്. കൊല്ലം ജില്ലയിലെ ചവറയ്ക്ക് സമീപം പൊന്മന എന്ന് പറയുന്ന സ്ഥലത്താണ് കാട്ടിൽ മേക്കറിൽ ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒരു സന്ധ്യാസമയത്തൊക്കെയാണ് നമ്മൾ അവിടെ എത്തിയത്. നമ്മൾ വിചാരിച്ച വലിയ തിരക്കൊന്നും കാണത്തില്ലായിരുന്നു. പക്ഷേ നമ്മൾ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് നല്ല തിരക്കായിരുന്നു. അവിടെ വണ്ടി ഒന്നും പാർക്ക് ചെയ്യാൻ ഇനി സ്ഥലമില്ലായിരുന്നു. അങ്ങനെ ചേട്ടൻ നമ്മളെ അവിടെ ഇറക്കി പതുക്കെ വേറെ എവിടെയോ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് വന്നു. അപ്പോഴേക്കും നമ്മൾ കണ്ട കാഴ്ചയാണ് കാട്ടിലമ്മയുടെ ജങ്കാറ് നമ്മളെ ക്ഷേത്രത്തിൽ എത്തിക്കാനായിട്ട് വരുന്ന കണ്ടത്. കറക്റ്റ് ടൈമിലായിരുന്നു നമ്മൾ വന്നത്. അങ്ങനെ ഇത്രയും പേരുമായിട്ട് വന്ന് അവർ ഇറങ്ങുന്നതും ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മളും കയറി. ഞാൻ രണ്ടാമത്തെ മൂന്നാമത്തെ തവണയാണ് ജങ്കാറിലൂടെ യാത്ര ചെയ്യുന്നത്. അതുവഴി കടത്തൊക്കെ പോകുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം കൊണ്ടുവരാൻ നമ്മൾ അമ്പലത്തിനടുത്ത് എത്തും. പക്ഷെ എന്നാലും ആ ഒരു യാത്ര ഭയങ്കര രസമായിരുന്നു. ഇതാണ് TS കനാൽ. ഈ കനാലിനും അറബിക്കടലിനും മധ്യയുള്ള ഒരു മണൽത്തുരുത്തിലാണ് നമ്മുടെ ഈ ക്ഷേത്രം നിൽക്കുന്നത്. ഈ ജങ്കാറ യാത്ര തികച്ച് സൗജന്യമാണ്. അങ്ങനെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ക്ഷേത്രത്തിന്റെ അടുത്തെത്തി. എല്ലാവരും ഇറങ്ങുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കുറച്ച് റഷ് ഉണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് നടന്നിട്ട് വേണം നമുക്ക് ക്ഷേത്രത്തിനടുത്തേക്ക് എത്താൻ. പോകുന്ന വഴിക്ക് ഒരുപാട് കടകളുണ്ടായിരുന്നു. വണ്ടികളൊക്കെ വരുന്ന കണ്ടപ്പോഴാണ് മനസ്സിലായത് ക്ഷേത്രത്തിന്റെ അടുത്ത് വണ്ടികൾ എത്തും എന്നുള്ളത്. കരുനാഗപ്പള്ളി വഴി വരുമ്പോഴെന്തുവാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറ്റാൻ പറ്റുന്ന രീതിയിൽ വഴികളുള്ളതെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ കുറച്ച് നടന്നതിന് ശേഷം അമ്പലത്തിലെത്തി. ശ്രീ ഭദ്രകാളിയാണ് ഈ അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠ. കൊടുങ്ങല്ലൂർ അമ്മയുടെ ചൈതന്യമാണ് ഈ ക്ഷേത്രത്തിനുള്ളത് എന്നാണ് വിശ്വാസം. നമ്മൾ സന്ധ്യാസമയത്ത് ചെന്നത് കൊണ്ട് തന്നെ ക്ഷേത്രം ഫുൾ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഈ ക്ഷേത്രത്തിന് പ്രധാന വഴിപാടാണ് ആൽമരത്തിൽ മണികെട്ട്. ഇതാണ് ആൽമരം. ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും മണി കെട്ടുന്നത്. ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച മണി വാങ്ങി നമ്മൾ 7 തവണ ഈ ആൽമരത്തിന് വലം വെച്ചതിന് ശേഷം നമ്മൾ ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് വേണം കെട്ടാൻ എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇത് ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള കടലാണ്. സുനാമി എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. അന്ന് ഈ കടലിന് 10 മീറ്റർ മാത്രം അകലെയുള്ള ഈ ക്ഷേത്രത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ അത് ബാധിച്ചപ്പോഴും ഈ ക്ഷേത്രത്തിനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നു. കാട്ടിലമ്മയുടെ ചൈതന്യമായിട്ട് തന്നെ നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ നമ്മൾ കടലൊക്കെ കണ്ട് തിരിച്ചു വന്നപ്പോഴത്തേനും അമ്മ ക്യൂ ഒക്കെ നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച മണിയൊക്കെ വാങ്ങി വെച്ചു. ആ മണി കിട്ടിയുടെ സന്തോഷമാണ് ഈ കാണുന്നത്. പൂജിച്ച മണിയൊക്കെ വാങ്ങി നമ്മളും ആൽമരത്തിന് ചുറ്റും 7 തവണ വലം വെച്ച് നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കാനായിട്ട് നമ്മളും മണി കെട്ടി. ആ സമയത്തൊക്കെ നന്നായിട്ട് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേനും നമുക്ക് അവിടുന്ന് പായസം കിട്ടി. ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സാധിച്ച് കഴിയുമ്പോഴത്തേനും ദേവിക്ക് ഒരു വഴിപാടായിട്ട് തന്നെ ഇവിടെ പൊങ്കാല ഇടും എന്നാണ് തോന്നുന്നത്. അപ്പം അങ്ങനെ ആ സമയത്തും അവിടെ പൊങ്കാല ഇടുന്നവരുണ്ടായിരുന്നു. അപ്പോഴേക്കും സമയം 7:30 ആയി. അങ്ങനെ 8 മണി വരെ അമ്പലം ഉണ്ടെന്നാണ് അറിഞ്ഞത്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് തിരിച്ച് നമ്മൾ ജങ്കാറ വഴി തന്നെ നമ്മുടെ പാർക്ക് ചെയ്യുന്നിടത്ത് എത്തണമല്ലോ. അങ്ങനെ നമ്മൾ നടന്ന് എത്തിയപ്പോഴത്തേനും ഇത്രയും തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ജങ്കാറൊക്കെ കയറി. രാത്രിയിലെ യാത്ര രസമായിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു. കാരണം ഓൾമോസ്റ്റ് തീരാറായി. 8 മണി ആകുമ്പോഴത്തേനും അമ്പലം അടയ്ക്കുന്നതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും ഇറങ്ങി. പിന്നെ നമ്മൾ അവിടെ നിന്ന് കാറൊക്കെ എടുത്ത് ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളെ വീട്ടിൽ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.